ശ്ലോകം 3. അവരെന്താ ചെയ്യേണ്ടത്? അവർക്ക് ബുദ്ധി അത്രത്തോളം വികസിച്ചിട്ടില്ല. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അനേകം ജന്മങ്ങളിലൂടെയാണ് ഈ ബുദ്ധി വികസിക്കുന്നത്. ഓരോ ജന്മത്തിലും ബുദ്ധി എത്ര വികസിക്കുന്നുവോ ആ ബുദ്ധിയും കൊണ്ടാണ് അടുത്ത ജന്മത്തിൽ നമ്മൾ വരുന്നത്. അങ്ങനെ ഓരോ ജന്മത്തിലും വികസിച്ച് വരണം. അപ്പോൾ അവസാനം വരെ നമ്മൾ പരിശ്രമിച്ചോളണം. ഇനി എനിക്ക് അധികം കാലമില്ല, ഇനി ഞാൻ പരിശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന വിചാരം ഒരിക്കലും വരാൻ പാടില്ല. അവസാനം വരെ പരിശ്രമിക്കണം. എന്ത് ബുദ്ധി അവിടെ നേടിയോ ആ ബുദ്ധി കൊണ്ടാണ് അടുത്ത ജന്മം വരുന്നത്. ഭഗവാൻ ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹീയം. മുമ്പിലത്തെ ദേഹത്തിൽ ഏത് ബുദ്ധിയാണ് ഉണ്ടായിരുന്നത് ആ ബുദ്ധിയാണ് തുടങ്ങുന്നത്. അത് ആ ദേഹത്തിൽ ചിലപ്പോൾ അവസാനം കൊണ്ട് ചിലപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് കേട് വന്നിട്ട് ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല. പക്ഷേ അതെവിടെയും പോകുന്നില്ല. ആ ബുദ്ധി അവിടെ തന്നെ ഇരിക്കുന്നു. ആ ബുദ്ധിയും കൊണ്ടാണ് വരുന്നത്. ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപദവിഹിതം ത്വൽപരത്വേന ഭക്തിയ. വർണ്ണാശ്രമങ്ങളുടെ ധർമ്മം. അപ്പോൾ അത്രത്തോളം ബുദ്ധി ഇല്ലാത്തവർ, ഈ വിഭൂതികളെല്ലാം ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവം ഇല്ലാത്തവർ, ആ ധ്യാനത്തിന് അർഹതയില്ലാത്തവർ, അവർ ഏത് വർണ്ണത്തിലാണോ ഏത് ആശ്രമത്തിലാണോ ആ ആശ്രമത്തിൽ ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇതാവണം. ധർമ്മം വർണ്ണാശ്രമാണാം. വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും. വർണ്ണം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, 4 വർണ്ണങ്ങൾ. ആശ്രമം ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, 4 ആശ്രമങ്ങൾ. ഈ ഓരോ ആശ്രമത്തിലും ഏത് വിധത്തിലാണ് നമ്മൾ പെരുമാറേണ്ടത്, കർമ്മം ചെയ്യേണ്ടത് എന്ന് ശ്രുതിപഥവിഹിതം വേദമാർഗത്തിൽ നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ട്. ത്വൽപരത്വേന ഭക്തിയ. ആ കർമ്മം ഭഗവാനാണ് ശ്രേഷ്ഠൻ. ത്വൽപരത്വേന, എല്ലാം ഭഗവാനാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ആ ഭഗവാനുള്ള പൂജയാണ് എന്ന ഭക്തിയ, ഭക്തിയോടുകൂടി കുർവന്തഃ ചെയ്യണം. അവരുടെ ഉള്ളിൽ ആരെങ്ങനെ കുർവന്തഃ ചെയ്യുന്നുവോ, അന്തർ അവരുടെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിരാഗേ വികസതി, വൈരാഗ്യം, മെല്ലെ മെല്ലെ വൈരാഗ്യമുണ്ടാവും. ഇതൊന്നും ഒരു ജന്മത്തിലെ കാര്യമല്ല, അനേകം ജന്മങ്ങൾ കൊണ്ട് നേടുന്നതാണ് അർത്ഥം. അനേകം ജന്മങ്ങൾ കൊണ്ട് വിരാഗം, വൈരാഗ്യം ഉണ്ടാവണു. ജ്ഞാനം കൊണ്ട് വൈരാഗ്യം ഉണ്ടാവും, വൈരാഗ്യം കൊണ്ട് ജ്ഞാനമുണ്ടാവും. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. വിരാഗേ വികസതി. എങ്ങനെയാണ് വികസിക്കണ? ശനകൈ, മെല്ലെ. അത്ര എളുപ്പത്തിലൊന്നും സാധ്യമല്ല. മെല്ലെ മെല്ലെ അങ്ങനെ ആ തത്വം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മങ്ങളെ ത്യജിക്കാം. ഏത് കർമ്മങ്ങളാണ്? വർണ്ണാശ്രമധർമ്മങ്ങൾ. അതാണ് വർണ്ണാശ്രമങ്ങളിൽ ഏത് ധർമ്മമാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കാം നമുക്ക്. വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തേ. സമ്യക്കായിട്ട് ത്യജിക്കാൻ സാധിക്കണം. എന്തിനെ? കർമ്മത്തിനെ. കർമ്മന്യാസം സാധിക്കണം. കർമ്മം മാറണം. നൈഷ്കർമ്മ്യാവസ്ഥയിലേക്ക് എത്തണം നമ്മൾ ഓരോരുത്തരും. നൈഷ്കർമ്മ്യാവസ്ഥ എന്ന് പറയുന്ന കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല. കർമ്മം ചെയ്യുമ്പോൾ ഞാൻ കർമ്മം ചെയ്യുന്നു
എന്ന ബോധമില്ലാതെ. അതിനെന്ത് വഴി? എല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട്. ഈ കർമ്മം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ. ഞാൻ എന്തൊക്കെ നേടിയോ അത് ഭഗവാന്റെ. അങ്ങനെ അഹന്തയും മമതയും ത്യജിച്ച് കർമ്മങ്ങളെ മുഴുവൻ ഭഗവാന് അർപ്പിച്ച്, അതാണ് സന്ധ്യജന്തോ ലഭന്തേ. സമ്യക്കായിട്ട് ത്യജിക്കാൻ. സന്ധ്യജന്ത എന്തിനാ ത്യജിക്കണ? കർമ്മത്തിന്. ഏത് കർമ്മമാണ്? ജനിച്ചതായ സമയത്ത് ഇന്ന വർണ്ണത്തിലാണ്, ഇന്ന ആശ്രമത്തിലാണ് ആ കർമ്മം. അതിനെയൊക്കെ ത്യജിക്കുക. അങ്ങനെ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ആ കർമ്മം പിന്നെ ചെയ്യാതിരിക്കുകയല്ല, ആ കർമ്മം വീണ്ടും ചെയ്തുകൊണ്ടിരിക്കണു. പക്ഷേ അവിടെ അഹന്തയും മമതയും ഇല്ലാതെ ഞാൻ ചെയ്യുന്നുവെന്നും ചെയ്തതിൻ്റെ ഫലം എൻ്റെയാണെന്നും വിചാരിക്കാതെ കണ്ട് എല്ലാം ഭഗവാനെ അർപ്പിച്ചുകൊണ്ട്. അതാണ് സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകം. സത്ത് തന്നെയാണ്. സ്ഫൂർത്തി ജ്ഞാനമാണ്, പ്രകാശം ജ്ഞാനം. പ്രിയത്വം ആനന്ദമാണ്. സത്ത് ചിത്ത് ആനന്ദം. സത്താ സ്ഫൂർത്തി പ്രിയത്വാത്മകം. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപം ആയിരിക്കുന്ന ഈ ഭഗവാൻ എങ്ങനെയിരിക്കണു? ഭിന്നേഷു അഭിന്നം. വേറെ വേറെ കാണുന്നു. ജീവന്മാർ വേറെ വേറെ, വസ്തുക്കൾ വേറെ വേറെ, വേറെ വേറെ കാണുമെങ്കിലും അതെല്ലാം ഒന്നാണ്. ഭിന്നേഷു അഭിന്നം. ഏതൊക്കെ കാര്യത്തിൽ? അഖില പദാർത്ഥേഷു. അഖില പദാർത്ഥേഷു. വ്യക്തികളായാലും ശരി, വസ്തുക്കളായാലും ശരി, ദേവന്മാരായാലും അസുരന്മാരായാലും മനുഷ്യരായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും മലകളായാലും നദികളായാലും എല്ലാം ഏകനായ ഭഗവാൻ. ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം. സർവ്വതിലും ഒരേപോലെ അഭിന്നനായി ഏകമായിരിക്കുന്ന ആ ഭഗവാൻ എങ്ങനെയുള്ള ആ ഭഗവാനാണ്? ആ ഭഗവാൻ അഹം ഇതി തദ്വിബോധം. ആ ഭഗവാൻ ഞാൻ തന്നെ, അഹമിതി എന്ന ആ വിബോധം, വിശേഷണയുള്ള ജ്ഞാനം ലഭന്തേ കിട്ടുന്നു. പിന്നെ ആ ഭഗവാന്റെ വിശേഷണങ്ങളാണ് പലതും കൊടുത്തിരിക്കുന്നത്. നിർമൂലം. ഭഗവാന് ഒന്നും കാരണമായിട്ടൊന്നുമില്ല. എല്ലാമായി പ്രപഞ്ചമായി വിരിഞ്ഞു നിൽക്കുന്ന ഭഗവാന് ഏതാ മൂലം, എന്താ മൂലം? ഇല്ല, ഉത്തരവില്ല. ആദ്യമുള്ളത്, ആദ്യം തൊട്ട് ഉള്ളത്, ജനിക്കാത്തത്, വികാരത്തെ പ്രാപിക്കാത്തത്, നശിക്കാത്തത്. നിർമൂലം. വിശ്വമൂലം. എന്നാലോ ഈ കാണുന്ന വിശ്വത്തിന് ഭഗവാൻ ഒരു കാരണമാണ്. ഭഗവാന്റെ ശക്തിയായ മായയാണ് കാരണം. ഭഗവാൻ മായയിൽ പ്രതിബിംബിച്ചതാണ് ഈ കാണുന്ന പ്രപഞ്ചം. സൂര്യഭഗവാൻ അനന്തകോടി ബക്കറ്റുകളിൽ വെള്ളത്തിൽ പ്രതിബിംബിച്ചതാണ്. അതുപോലെ വിശ്വമൂലം. പിന്നെയോ പരമം, ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും ആദ്യമായിട്ടുള്ളത്. എവിടുന്നുണ്ടായി എന്ന് ചോദിക്കരുത്. ഉണ്ടായതല്ല, എന്നുമുള്ളത്, എന്നുമുള്ളത്. പരമം വിശുദ്ധം, യാതൊരുവിധ മാലിന്യങ്ങളില്ലാത്തത്. നമുക്കൊക്കെ മാലിന്യമുണ്ട്. എന്താ മാലിന്യം? സത്വരജസ്തമോ ഗുണങ്ങൾ.
സത്വരജസ്തമോ ഗുണങ്ങൾ. അതിൽ രജസ്തമോ ഗുണം അധികമായാൽ ചോദിക്കേ വേണ്ട. രാഗദ്വേഷങ്ങൾ, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ഡംഭ, അസൂയാദികൾ, അഹന്ത, മമത, ഇതൊക്കെ ബാധിക്കുന്നു. ഇത് വിശുദ്ധം, വിശേഷണ ശുദ്ധം. ആ മായയുടെ ഒരു ഗുണവും ആ ഭഗവാന് ഇല്ല. പക്ഷേ എപ്പോൾ സൃഷ്ടി ചെയ്യണോ സത്വഗുണത്തിനെ സ്വീകരിച്ച് സൃഷ്ടി ചെയ്യണു. പക്ഷെ ആ മായ ഭഗവാനെ ബാധിക്കുന്നില്ല. ചിന്മയാനന്ദ സ്വാമി ഗീതാജ്ഞാനയജ്ഞത്തിൽ എപ്പോഴും പറയും, കോപമൊക്കെ രജസ്തമോ ഗുണങ്ങളുടെ സൃഷ്ടിയാണ്, കോപം വരുന്നതൊക്കെ. അപ്പോൾ ആവശ്യം വരുമ്പോൾ എപ്രകാരം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ ചെയ്യണമോ അതുപോലെ, അല്ലെങ്കിൽ എന്തിനെങ്കിലും ആവശ്യത്തിന് അത് ഉപയോഗിക്കണു, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചവിടെ ഇടണു, അതുപോലെയാണ് എന്നർത്ഥം. വിശുദ്ധം, മായയുടെ 3 ഗുണങ്ങളും ഭഗവാനെ ബാധിക്കാത്ത വിധത്തിൽ വിശേഷേണ ശുദ്ധമായിട്ടുള്ളതാണ് ഈ പരമമായ തത്വം. എന്താണ് തത്വം? അഹമിതി ത്വദ്വിബോധം. ഞാൻ 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 മാത്രമേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മമാണെന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ നമ്മളത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ബ്രഹ്മം മാത്രം, ബ്രഹ്മം മാത്രം. ഛാന്തോക്യോപനിഷത്തിലെ ആ ഒരു വരി എപ്പോഴും ഓർമ്മ വയ്ക്കണം. സർവം ഖലിതം ബ്രഹ്മ, ഇതം സർവം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ആ ബ്രഹ്മമാണ്. അതാണ് ഞാൻ. അഹമിതി ത്വദ്വിബോധം. ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നുള്ള അറിവ് ലഭന്തേ, ലഭിക്കുന്നു. അപ്പോൾ ആർക്കാണോ വിഭൂതികളെക്കുറിച്ച് 1ഉം 2ഉം ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നതായ വിഭൂതികളെക്കുറിച്ച് ധ്യാനിക്കാൻ സാധിക്കാത്തത്, എന്തിനാ ഈ വിഭൂതികൾ പറഞ്ഞത്? ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ധ്യാനിക്കാനുള്ള കഴിവില്ല അവർക്ക്. അങ്ങനെയുള്ളവർ അവരുടെ ഏത് വർണ്ണമാണോ ആ വർണ്ണത്തിന് വേദത്തിൽ ഇന്നിന്ന കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്, അത് ചെയ്യൂ. ഏത് ആശ്രമത്തിലാണോ നമ്മളിരിക്കുന്നത് ആ ആശ്രമത്തിനനുസരിച്ച കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്, അത് ചെയ്യൂ. അങ്ങനെ വർണ്ണാശ്രമത്തിനനുസരിച്ച കർമ്മങ്ങൾ ചെയ്ത് അനേകം ജന്മങ്ങൾ വേണ്ടി വരും. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഞാൻ ആ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ തന്നെയാണ്. വ്യത്യസ്തമായിട്ട് ഭിന്നമായിട്ട് കാണുന്നുണ്ടെങ്കിലും അഭിന്നനായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ്. എന്നുള്ളതായ ആ ജ്ഞാനം. അപ്പോൾ അതിൻ്റെ പരമമായ ജ്ഞാനം എന്താണ്? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു.